ധൈര്യമായിട്ടിരിക്കെ. എന്നാ പിന്നെ നമുക്ക് തിരി താഴ്ത്തി വെച്ച് ട്രെയിനെ കാത്തിരുന്നാലോ? അല്ലെങ്കിൽ അവൻ വരുമ്പോഴേക്കും വിളക്കിൽ എണ്ണയെല്ലാം പറ്റി നമുക്ക് നിരാശരായി മടങ്ങേണ്ടി വന്നാലോ? അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഉറക്കം വരാതിരിക്കാനായി ട്രെയിൻ വരുന്നത് വരെ നമുക്ക് പാട്ട് പാടി ശ്രദ്ധിക്കാം. ഓടി ഓടി എന്റെ നടു തളർന്നു. എത്ര നേരമായി അലറി വിളിക്കുന്നു. നിന്റെ ചിരി നിന്ന. അയ്യോ, ഞാൻ കേട്ടില്ലെന്നേ. അത് നീ എന്ത് താമസിച്ചത്? അതൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. ഇതെന്ത് കൂട്ടായത്? ഇന്നിവിടെ ഗാനമേള ഉണ്ടോ? ഇതറിഞ്ഞ ഞാനൊരു കരോക്കെ ഒക്കെ ആയിട്ട് വന്നാനെ. അറിഞ്ഞില്ലല്ലോ. വലിയ ഭക്തകളാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ വെള്ളയും വെള്ളയും വിട്ട് വന്നിരിക്കുന്നത്? നമ്മുടെ കൂടെ വരാൻ മറ്റേ കണ്ടില്ലല്ലോ. പിന്നെന്താ പുതിയ ജോലിക്കാര്? ആപ്പിളിൽ നിന്ന് മൈക്രോസോഫ്റ്റിൽ നിന്ന് എന്നെ വിളിയോട് വിളിയ. എനിക്ക് പക്ഷേ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നില്ലെന്നേ. പിന്നെ എല്ലാ ആപ്പിൾ വർഗ്ഗാനായിരിക്കും. നീ എന്താണ് ഇത്ര താമസിച്ചത്? രാവിലെ എനിക്ക് സുംബ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, എനിക്കത് മിസ്സാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഫ്രണ്ട്സിനൊപ്പം ഒരു ലഞ്ച്, അതും സിസ്റ്റ് ചെയ്ത്. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് മെട്രോക്കാർ വിളിക്കുന്നത്. അവർക്ക് എൻ്റെ ഒരു ഇന്റർവ്യൂ വേണമെന്ന്. എൻ്റെ ഡാൻസ് കണ്ടിട്ടേ അവർക്ക് ഡാൻസ് മാത്രമല്ല, കുറച്ച് സൗന്ദര്യമുള്ളവരെ കൂടെ വേണമല്ലോ. എന്ത് ചെയ്യാനാ, ഈ സൗന്ദര്യമുള്ളവരുടെ ഓരോ ബുദ്ധിമുട്ടേ. അല്ല, നമ്മുടെ ഇൻഫ്ലുവൻസർ ഇതുവരെ വന്നില്ലേ? ഞാനിവിടെ ഉണ്ട്. Hello guys, welcome to my channel. നിർത്തരി, നീ എത്ര നേരം എവിടെയായിരുന്നു? സ്വന്തം ഭാഷ ആയതുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞ് മടുത്തു. ഇതൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ആണല്ലോ. നീ ആമസോണിലോ നെറ്റ്ഫ്ലിക്സോ എവിടെയെങ്കിലും കൊണ്ട് പോസ്റ്റ് ചെയ്തു. നീ ആദ്യം ഇത് പറ. ചാനലിൽ ഫോളോവേഴ്സിന്റെ ഇൻഫ്ലുവൻസിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ? റീൽസ്, സ്റ്റോറീസ്, ഷോർട്സ്, പാൻസ്, ജീൻസ്. അല്ലല്ല, ഫാൻസ് അതിവിടെ. പിന്നെ മണവാളം വേറെ. മണവാളൻ എന്നൊരു ക്യാപ്ഷനോടെ ഇട്ട പോയിക്കും. മിനിമം ഒരു 1K മേടിച്ചെടുക്കണം. ജനാലും വരാറായും തോന്നുന്നു. നമുക്ക് എന്നിട്ട് സുഖിച്ചുകൊണ്ട് അവനെ വരവേൽക്കാം. എന്നാ നമുക്ക് മേടിക്കാം. എണ്ണ എടുക്കാം. അയ്യോ, ഞാനും എടുക്കാൻ പറഞ്ഞു. ഇവളോട് എടുക്കാൻ പറഞ്ഞിരുന്നല്ലേ, നീ എടുത്തില്ലേ? ഞാനും എടുത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് അവരോട് വെക്കല്ലേ? ചോദിക്കും, ഇപ്പൊ കിട്ടും. അത് പിന്നെ ഞങ്ങൾ തിരിച്ചു തരാം. മറന്നുകൊണ്ടല്ലേ ചോദിക്കണത്? അയ്യോ, ഞങ്ങളൊന്നും തോന്നുന്നില്ല. നിങ്ങൾക്കൂടി പറഞ്ഞു തന്നാൽ അത് നിങ്ങൾക്കും തരുവാറില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങുന്നതല്ലേ നല്ലത്? ചുരുക്കം വന്ന നീയൊന്നും ഞങ്ങൾക്ക് എന്നെ തരില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പ്രശ്നവേഷക്കാരോട് ചോദിക്കേണ്ടതാണ്. നിങ്ങൾ വന്നേ. ഇവിടെ 24 മണിക്കൂർ ഓപ്പൺ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് അടുത്തുള്ളപ്പോ നമ്മൾ ഇതിന് ഇതിനോട് ബാക്ക് ചെയ്തേ. നമുക്ക് ഒരുമിച്ചിട്ട് വേറെ പോകാം. കുറച്ചൊക്കെ ഒഴിച്ചു കൊടുക്കാമായിരുന്നു. പിന്നെ അവള് ഒരാൾക്ക് ഒരു കഥ കളിച്ചെന്നാ തോന്നുന്നു. ഇനി നമ്മളെ പഠിച്ചത് ഇങ്ങനെയാ. എന്റെ പരമായ സംശയം യജമാനൻ വന്നവനാണ്. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, ഞങ്ങൾ വന്നു, കഥക്ക് തുറക്കൂ. ഞങ്ങൾ ഈ വാതുക തന്നെയുണ്ട്. ഹലോ ഹലോ. ആരാണ് നിങ്ങൾ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നെ അറിയത്തില്ലെന്നോ? ലോക്കലും സെന്ററിലും എല്ലാ കമ്മിറ്റിയിലും മ്യൂസിക് സ്ഥിരമായി പാടുകയും ചെയ്യുന്ന എന്നെ അറിയുന്നോ? ഞങ്ങളെ നിങ്ങൾക്കും അറിയില്ല, നിങ്ങളെ ഞങ്ങൾക്കും അറിയില്ല. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ, കഥ തുറക്ക. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആരെന്നോ എവിടെ നിന്ന് വരുന്നുവെന്നോ ഞാൻ അറിയുന്നില്ല. നീ ഇവിടെ മാറി.
ഇല്ലാത്ത തുറക്കൂലെന്നോ? ഹലോ, തുറക്കുന്നുണ്ടോ ഇല്ലയോ? ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് 100 കൂടെ പണിയുള്ളതാ. ഹലോ, ഐ ഗോ ടു ഓപ്പൺ ദി ഡോർ. ഞാൻ ആവർത്തിച്ചു കഴിഞ്ഞു, നിങ്ങളെ ഞാൻ അറിയില്ല. എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നെ അറിയില്ല? സോഷ്യൽ മീഡിയയിൽ ഇത്ര പോപ്പുലർ എന്നെ അറിയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. കടന്നു പോകൂ ഇവിടെ നിന്ന്. നീ എന്താ നീ പേടിച്ചു പോയോ? ഇതിനേക്കാൾ വലിയ അലമ്പ് കേട്ട് മേടിച്ചില്ല. പിന്നെ ഇനി എന്തിനാ നമ്മൾ കിടക്കണം? വീട്ടിൽ പോയാൽ നമുക്ക് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. നിൽക്കൂ, നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഓടി അകലുവിൻ. ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. എന്താണ് ആ ശബ്ദം? ദൈവം നമ്മോട് സംസാരിക്കുന്ന പോലെ തോന്നുന്നു. എനിക്കത് പേടിയാവുന്നു. വരും, നമുക്ക് അല്പനേരം പ്രാർത്ഥനയിലായിരിക്കാം. നമ്മോട് കരുണയായിരിക്കണമേ. കുഞ്ഞുങ്ങളെ, ആ നാളും നാഴികയും സംബന്ധിച്ചു എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും. പ്രിയരെ, ഇന്ന് നാം കണ്ടത് വെറും ഒരു കഥയല്ല, അത് നമ്മുടെ ജീവിതമാണ്. ആ 10 കന്യകമാർ യേശുവിനെ കാത്തിരുന്നു. പക്ഷേ 5 പേർ പരിക്കമായിരുന്നു, 5 പേർ ആയിരുന്നില്ല. ദൈവം നമ്മളുടെ വിശ്വാസം, എല്ലാം നമ്മളുടെ ദൈനംദിന പ്രാർത്ഥന, വചന വായന, അനുസരണം, മറ്റുള്ളവരുടെ സ്നേഹം. പലപ്പോഴും നാം പറയും, പിന്നെ നോക്കാം, പിന്നെ പ്രാർത്ഥിക്കാം, പിന്നെ മാറാം. പക്ഷേ ആ പിന്നെ വരുമ്പോഴത്തേക്കും വാതിൽ അടഞ്ഞിരിക്കാം. ദൈവം നമ്മോട് ചോദിക്കുന്നത് വലിയ കാര്യങ്ങളല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ എണ്ണ നിറയ്ക്കുകയാണ്. ഒരിക്കൽ അടുക്കുക, നാളേക്കായി മാറ്റിവെക്കാതെ ഇന്ന് തന്നെ ദൈവത്തോട് അടുക്കുക. മറ്റുള്ളവരെ ആശ്രയിക്കരുത്. എന്റെ എണ്ണ കൊണ്ട് മാത്രമേ എന്റെ ജീവൻ കത്തൂ. മറ്റുള്ളവരുടെ പ്രാർത്ഥന കൊണ്ട് എന്റെ ജീവിതം രക്ഷപ്പെടില്ല. അവസാന നിമിഷങ്ങളിൽ കാത്തിരിക്കുക. ക്ഷീണിച്ചാലും താമസിച്ചാലും വിശ്വാസത്തിന്റെ ദീപം കെടാതെ സൂക്ഷിക്കുക. കർത്താവ് എന്ന സമയം നമുക്കറിയില്ല. അശുദ്ധിക്കാരൻ പുറപ്പാട് 6 അപ്പോൾ